ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു. ലൂസിഫർ ഫാൻ ഷോ കണ്ടിട്ട് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ സ്റ്റാറ്റസും സ്റ്റോറീസൊക്കെ ആയിരുന്നു ഇത്. ആളുകൾ പോയി സിനിമ കാണുന്നു, അതിന്റെ ടൈറ്റിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു പോസ്റ്ററോ എടുത്തിട്ടിട്ട് പടം കണ്ടു അല്ലെങ്കിൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം പറഞ്ഞ പോരെ. എന്തിനാണ് ഇതിനകത്തുള്ള സ്പോയിലേഴ്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റോറി സ്റ്റാറ്റസിൽ എന്താണ് കിട്ടുന്നത്? ഇപ്പൊ ഞാൻ പറയാൻ വന്നതും അത് തന്നെയാണ്. ഇപ്പൊ ഈ ആഴ്ച എമ്പുരാൻ മൂവിയുടെ റിലീസാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കാണുന്ന ഒരു 50% ആൾക്കാർ അല്ലെങ്കിൽ ഒരു 30% ആൾക്കാരെങ്കിലും ഇതിലെ മെയിൻ വില്ലന്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ സ്പോയിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെയാണ് പറയാനുള്ളത്, ഫസ്റ്റ് ഷോസ് അല്ലെങ്കിൽ FDFS കാണുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കാണുന്ന ആളുകൾ മാക്സിമം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവരുടെ ആസ്വാദനത്തെ അത് ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കുക മാക്സിമം. കാരണം ഇതിലെ മെയിൻ വില്ലനെ ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു 1 വീക്കിൽ എന്തായാലും 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും പടം ഇറങ്ങി 1 വീക്ക് കഴിയുമ്പോഴേക്കും എന്തായാലും അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. ആ സമയം വരെ നിങ്ങളത് വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. ആ പടത്തെ അതേപോലെ ആസ്വദിച്ചിട്ട് ബാക്കിയുള്ളവരും അതേപോലെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കുക. അപ്പോൾ ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. കാരണം ഇതിപ്പോ ഈ പടത്തിൽ മാത്രമല്ല, മിക്ക സിനിമകൾക്കായാലും നമ്മൾ ഇതുപോലുള്ള സ്പോയിലേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് സ്പോയിൽ ചെയ്യാണ്ടിരിക്കുക. ഒരു സിനിമയായിട്ട് കാണുക. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ഞാൻ സിനിമയ്ക്ക് പോകുന്നുണ്ട്. റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബിലോ.